ഹലോ ഗൈസ്, വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടോപ്പ് 5 ഫോർമേഷനാണ് നമ്മുടെ ക്വിക്ക് കൗണ്ടറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു 5 ഫോർമേഷനായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോർമേഷൻ വരുന്നത്. ഒരു 4-2-2 ഫോർമേഷൻ തന്നെയാണ്. പക്ഷേ നമുക്ക് 2 CFന് പകരം ഒരു SS ആയിട്ടാണ് നമ്മളിവിടെ ഇട്ടേക്കുന്നത്. ആ ഒരു രീതിക്കാണ് ഈ ഒരു ഫോർമേഷൻ്റെ ഗെയിം പ്ലേ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന പ്ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഡിഫൻസീവ് ഫുൾ ബാക്കിന് ഇട്ടിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് ഇടാം. അതേപോലെ തന്നെ ഒരു ഡിസ്ട്രോയർ ബിൽഡപ്പ് കോമ്പോ നമ്മൾ സെൻറ്റർ ബാക്കിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു ആങ്കർമാനെ ഒരു ബോക്സ് പ്ലെയറിനെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഓൾമോസ്റ്റ് അല്ല ഈ ഒരു 5 ഫോർമേഷൻ നമ്മൾ നോക്കാനാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലേയിങ് സ്റ്റൈലുള്ള പ്ലെയേഴ്സിനെ തന്നെ ആയിരിക്കും ഇട്ടേക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫോർമേഷൻ നമ്മൾ നോക്കുമ്പോഴും ഈ ഒരു പ്ലെയേഴ്സിനെ തന്നെ ആയിരിക്കും നമ്മൾ ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫോർമേഷൻ്റെ ലേ ഔട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ലേ ഔട്ട് പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് പ്ലെയേഴ്സിനെ ഇട്ട് വെക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഫോർമേഷനെ നമ്മൾ 2 AMF നോക്കാനാണെങ്കിൽ നമ്മളൊരു കോമ്പിനേഷൻ കൊടുത്തേക്കണം. ഒരു ഹോൾ പ്ലെയർ, അതേപോലെ തന്നെ ഒരു പ്രോളിഫിക് വിങ്ങർ ആയിട്ടുള്ള ഒരു പ്ലേയിങ് സ്റ്റൈൽസുള്ള പ്ലെയേഴ്സിനെയാണ് നമ്മൾ ഇട്ടേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹോൾ പ്ലെയറിൻ്റെ കൂടെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഇടാം. ഇങ്ങനെ വേണമെങ്കിൽ ഇടണമെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ SS ആയിട്ട് ഇട്ടേക്കണ ഒരു പ്രോളിഫിക് വിങ്ങറിനെ തന്നെയാണ്, ബെയിലിനാണ് ഇട്ടേക്കണം. ബെയിൽ നല്ല രീതിക്ക് മുമ്പോട്ട് റൺ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടേക്കണം. നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ഹോൾ പ്ലെയറിനെ തന്നെ ഇടണമായിരിക്കും നല്ലത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു CFനെ നോക്കാനാണെങ്കിൽ നമ്മളൊരു ഗോൾ പോച്ചറാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷനിൽ നമ്മൾ മസ്റ്റായിട്ടൊരു ഗോൾ പോച്ചർ തന്നെ ഇടണം. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ഫോർമേഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റായിട്ട് നോക്കാനുള്ള ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾ മാക്സിമം ഇങ്ങനെ തന്നെ കൊടുക്കാൻ നോക്കുക. നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷൻ തന്നെയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഒരു വീഡിയോ അധികം ലെങ്തി ആവാണ്ടിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകും. നമ്മൾ ഗെയിം പ്ലേ വീഡിയോസ് ഒന്നും ആഡ് ചെയ്യില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോർമേഷൻ കറക്റ്റായിട്ടൊരു ഡീറ്റെയിൽ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാത്രമായിട്ടൊരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളൊരു കളിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. നമ്മൾ 5th റാങ്ക് ചെയ്യുന്ന ഒരു ഫോർമേഷൻ. നമുക്ക് ഇനി എന്തായാലും നമ്മൾ 4th റാങ്ക് ചെയ്യുന്ന ഒരു ഫോർമേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളൊരു ഫോർമേഷൻ വരുന്നത്. ഈ ഒരു ഫോർമേഷൻ നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജോസെ മൗറിനോൻ്റെ ഒരു വീഡിയോക്ക് വേണ്ടി നമ്മൾ ഈ ഒരു ഫോർമേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഏതൊരു പ്ലേ സ്റ്റൈൽ വേണമെങ്കിലും കളിക്കാൻ പറ്റും. നമുക്ക് ക്യൂ കൗണ്ടർ ആണെങ്കിലും അതേപോലെ ലോങ് ബോൾ കൗണ്ടർ ആയാലും ഔട്ട് വൈഡ് ആണെങ്കിലും ഏതാണെങ്കിലും നല്ല രീതിക്ക് എഫക്റ്റീവ് ആവുന്ന ഒരു ഫോർമേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ 2 ഡിഫൻസീവ് ഫുൾ ബാക്ക് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബിൽഡപ്പ് ഡിസ്ട്രോയർ കോമ്പോ, അതേപോലെ തന്നെ ഒരു ആങ്കർമാനും ബോക്സ് ടു ബോക്സ് ഒക്കെ തന്നെയാണ്. നമ്മൾ ഇട്ടേക്കുന്ന പ്ലെയേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോർമേഷൻ്റെ ലേ ഔട്ട് വരുന്നത്. മാക്സിമം നിങ്ങൾ ഈ ഒരു ലേ ഔട്ട് പോലെ തന്നെ ആഡ് ചെയ്ത് ഇടാൻ നോക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് വരുത്തേക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഗോൾ പോസ്റ്ററും ഒരു ഗോൾ പോസ്റ്ററും ഒരു പ്രോളിഫിക് വിങ്ങറുമാണ് ഇട്ടേക്കണം. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ AMFന് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൗണ്ടർ ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷനാണ് നമ്മുടെ AMFന് കൊടുത്തേക്കണം. അപ്പോൾ നമ്മുടെ ബെയിൽ അത്യാവശ്യം ഇറങ്ങി നിൽക്കാനാണെങ്കിൽ നമ്മുടെ ഈ ഒരു AMF നല്ല രീതിക്ക് മുമ്പോട്ട് റൺ എടുക്കാനും അതുപോലെ നമുക്ക് ക്രോസ് കൊടുക്കാനായാലും അതേപോലെ നമുക്ക് കേൾ ചെയ്തിടാനൊക്കെ നല്ലൊരു ഓപ്ഷൻസ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമേഷൻ്റെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ നല്ലൊരു റോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ വരുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. നല്ല രീതിക്ക് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ 3ാമത്തെ ഫോർമേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ 3rd റാങ്ക് ചെയ്യുന്നൊരു ഫോർമേഷൻ. ഒരു വിങ്ങിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഫോർമേഷൻ തന്നെയാണ്. നമ്മൾ ഡിഫൻസിൻ്റെ കാര്യമായാലും മിഡിൻ്റെ കാര്യമായാലും ഇട്ടേക്കുന്ന പ്ലേയിങ് സ്റ്റൈൽ എല്ലാം സെയിം ആണ്. ഓൾമോസ്റ്റ് നമ്മൾ ഇട്ട പ്ലേയേഴ്സിനെ തന്നെയാണ് ഇട്ടേക്കുന്നത്. ബാക്കി ഇതിൻ്റെ അകത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 വിങ് ഇട്ടിട്ടുണ്ട്. LMF RMF. അത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രോളിഫിക് വിങ്ങർ അല്ലെങ്കിൽ ഒരു റോമിംഗ് ഫ്ലാങ്ക് പ്ലേയിങ് സ്റ്റൈലുള്ളവർ തന്നെ ആയിരിക്കണം. അവർ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഗെയിം പ്ലേ കിട്ടത്തുള്ളൂ. ഈ ഒരു ഫോർമേഷൻ ഒരു കാര്യം നോക്കാനാണ് നമ്മുടെ വിങ്ങിൽ ഇട്ടേക്കുന്ന പ്ലേയേഴ്സിന് അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല സ്പീഡി ആയിട്ടുള്ള പ്ലേയേഴ്സിനെ തന്നെ ആഡ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഒരു എഡ്ജറ്റ് ക്രോസിംഗ്, പിൻ പോയിൻറ്റ് ക്രോസിംഗ് ഒക്കെയുള്ള സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് അങ്ങനെ എഡ്ജറ്റ് ക്രോസിംഗ് ആയിട്ടുള്ള അധികം പ്ലേയേഴ്സ് ഇല്ല. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ബെയിലിനെ മെസ്സിനാണ്. നല്ല രീതിക്ക് സ്പീഡായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെയാണ് നല്ല രീതിക്ക് ഡിഫൻസൊക്കെ ബ്രേക്ക് ചെയ്ത് കയറാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ഒരു ഫോർമേഷൻ്റെ ഗെയിം പ്ലേ പോകുന്നത്. പിന്നെ ഇതിൻ്റെ AMFൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു ഹോൾ പ്ലെയറാണ് ഇട്ടേക്കണം. നമ്മൾ ബുള്ളറ്റിനാണ് ഇട്ടേക്കണം. അപ്പോൾ ഹോൾ പ്ലെയർ ഇതിൻ്റെ അകത്ത് എന്തായാലും മസ്റ്റായിട്ട് വേണ്ടത് തന്നെയാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ CF ആയിട്ട് ഇട്ടേക്കുന്ന ഒരു ഗോൾ പോസ്റ്ററിനെ തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ഫോർമേഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഫോർമേഷൻ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. നിങ്ങൾ ഫോർമേഷൻ കറക്റ്റായിട്ട് ഇട്ടുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന് വലിയൊരു റോൾ ഉണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ കൊടുത്ത പോലെ തന്നെ കൊടുക്കാൻ നോക്കാം. നമുക്ക് എന്തായാലും നമുക്കിനി 2ാമത് റാങ്ക് ചെയ്യുന്ന ഫോർമേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളൊരു ഫോർമേഷൻ വരുന്നത്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ കാര്യമൊന്നുമില്ല. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫോർമേഷൻ തന്നെയാണ്. നമ്മുടെ 4-2-2 ഫോർമേഷനാണ്. അത്യാവശ്യം ഗെയിമിൻ്റെ അകത്ത് റാങ്ക് പുഷും കാര്യങ്ങളെല്ലാവരും ചെയ്യുന്നത് ഈ ഒരു ഫോർമേഷനിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാനൊരു 2nd റാങ്ക് ആയിട്ട് ഞാൻ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഫോർമേഷൻ തന്നെയാണ്. ക്യൂ കൗണ്ടർ ആയാലും ലോങ് ബോൾ കൗണ്ടർ ആയാലും നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഫോർമേഷൻ തന്നെയാണ്.
അപ്പോൾ ഈ ഒരു ഫോർമേഷൻ നോക്കാനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന 2 ഡിഫൻസീവ് ഫുൾ ബാക്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ഇടുക. അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫോർമേഷനാണ്. അതുകൊണ്ട് വലിയ രീതിക്ക് ഡിഫൻസ് ബ്രേക്ക് ആവാന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഫോർമേഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ സെൻറ്റർ ബാക്ക് കോമ്പോസ് കൊടുത്തേക്കുന്ന ഒരു ബിൽഡപ്പ് ഡിസ്ട്രോയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബിൽഡപ്പ് അതേപോലെ തന്നെ ഒരു ഫുൾ ബാക്ക് ആയാലും കുഴപ്പമില്ല. നല്ല രീതിക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫോർമേഷനാണ്. നല്ല രീതിക്ക് ഡിഫൻസീവ് സ്റ്റേബിളായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഫോർമേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. മസ്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആങ്കർമാൻ വേണം എന്തായാലും. അതേപോലെ തന്നെ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയറും വേണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമേഷൻ്റെ AMF കോമ്പോസ് നോക്കാനാണെങ്കിൽ നമ്മൾ ഹോൾ പ്ലെയറിനെ അതേപോലെ തന്നെ ഒരു പ്രോളിഫിക് വിംഗറിനെയാണ് ഇട്ടേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറിൻ്റെ കൂടെ ഒരു ഹോൾ പ്ലെയർ ഇട്ടാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് CFൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ CFന് 2 ഗോൾ പോച്ചറാണ് ഇട്ടേക്കുന്നത്. 2 ഗോൾ പോച്ചറിന് ഇടുന്നത് തന്നെ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ വരുന്നത്. നിങ്ങൾ മാക്സിമം ഇതേ രീതിയിൽ തന്നെ കൊടുക്കാൻ നോക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ നമ്പർ 1 റാങ്ക് ചെയ്യുന്ന ഫോർമേഷൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റാങ്ക് 1 ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോർമേഷൻ. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഫോർമേഷനാണ്. ഞാൻ കളിച്ചതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ക്വിക്ക് കൗണ്ടറിൽ തോന്നിയേക്കുന്ന ഒരു ഫോർമേഷൻ തന്നെയാണ്. നമ്മൾ ഈ ഒരു ഫോർമേഷൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗ്ലിച്ച് ഫോർമേഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അപ്പോൾ ഈ ഒരു ഫോർമേഷനെ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഡിഫൻസീവ് ഫുൾ ബാക്കിനാണ് ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ സെൻറ്റർ ബാക്ക് കോമ്പോസ് ഒരു ഡിസ്ട്രോയർ ബിൽഡപ്പ് നല്ല രീതിക്കാണ് കൊടുത്തേക്കുന്നത്. ആങ്കർമാൻ നമുക്ക് മസ്റ്റായിട്ട് ഈ ഒരു ഫോർമേഷനിൽ വേണ്ടതാണ്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മളൊരു ആങ്കർമാൻ ഇടാൻ നോക്കുക. പിന്നെ നമ്മൾ ഇട്ടേക്കുന്ന ഒരു CMF അതൊരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ് ബെല്ലിംഗ് ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതൊരു ഡിസ്ട്രോയർ പ്ലേയിങ് സ്റ്റൈൽ ആയാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു ഇതിൽ കളിക്കും. പിന്നെ നമ്മൾ AMF ആയിട്ട് ഇട്ടേക്കുന്ന മെസ്സിനെയാണ്. അതൊരു ഹോൾ പ്ലെയർ ആയാലും അതേപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആയാലും പ്രോളിഫിക് വിംഗർ ആയാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു SS ഇട്ടേക്കുന്ന ഒരു ഹോൾ പ്ലെയറിനെയാണ് നമ്മൾ ഗുള്ളിറ്റിനെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോൾ പ്ലെയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡീപ്പ് ലൈൻ ഫോർവേഡ് ആയാലും ഇട്ടാൽ മതി. അത്യാവശ്യം നല്ല രീതിക്ക് പാസിങ്ങും സ്പീഡും വേണം. അത് മസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഫോർമേഷനിൽ വേണ്ട തന്നെയാണ്. പിന്നെ നമ്മൾ 2 CF ഇട്ടേക്കുന്ന 2 ഗോൾ പോച്ചറാണ്. ഗോൾ പോച്ചറിനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നല്ല രീതിക്ക് റണ്ണൊക്കെ എടുക്കാനും അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫൻസ് ബ്രേക്ക് ആക്കാനൊക്കെ പറ്റുന്ന ഗോൾ പോച്ചറിന് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കണം. മസ്റ്റായിട്ട് ഈ ഒരു രീതിക്ക് തന്നെ കൊടുക്കാൻ നോക്കുക. നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോർമേഷനാണ് നമ്മൾ റാങ്ക് 1 ആയിട്ട് കൊടുത്തേക്കുന്നത്. നമ്മളൊരു 5 ഫോർമേഷൻ നോക്കിയാൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കളിക്കാൻ പറ്റിയതും അതേപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടിയ ഫോർമേഷനാണ് ഈ ഒരു ഫോർമേഷൻ. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് എല്ലാ ഫോർമേഷനും ഒന്ന് കളിപ്പിച്ച് നോക്കുക. കളിപ്പിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം എല്ലാ ഫോർമേഷനും നല്ല രീതിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഫോർമേഷൻസ് തന്നെയാണ്. നല്ല രീതിക്ക് കളിക്കാൻ പറ്റുന്നൊരു ഫോർമേഷനാണ്. അപ്പോൾ കളിച്ചിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഏത് ഫോർമേഷനെ വേണമെങ്കിലും നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾക്കൊരു ക്വാളിറ്റി കണ്ടൻറ്റ് തന്നെ ഇടാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ.